45 മിനിറ്റാണ് ഈ മനുഷ്യൻ ഇന്റർവ്യൂ കൊണ്ടിരുന്നത്. ചെറിയ സമയമൊന്നുമല്ല. യൂക്കോ ബാങ്കിന്റെ LBO ആയിട്ടാണ്, അതും 7 വേക്കൻസിയിലൊന്നും നേടി. ഇന്റർവ്യൂവിൽ ഏകദേശം 80-82 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 100-100 അല്ല, എൻ്റെ 12 മണിക്ക് കയറിയപ്പോൾ ഞാൻ നോക്കിയത് സമയം കറക്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 12:47. ഒരുമിച്ച് തന്നെയാണ് വന്നത്. എനിക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചോദിച്ചു, ഇതിൽ 4 കിട്ടിക്കഴിഞ്ഞാൽ നീ ഏതെടുക്കാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒരു ഇത്ര കാലമായി ജോലി എടുക്കാൻ തോന്നിയിട്ട് എന്നെ ഇതിൽ ഏത് ബാങ്കാണ് ആദ്യം എന്നെ വിശ്വസിച്ച് ജോലി തരാൻ, ഞാൻ ആ ബാങ്കിൽ എൻ്റെ സർവീസ് 60 കൊല്ലം ഞാൻ അവിടെ ചെയ്യും. എന്താ പറയുക, അപ്പോൾ ഇവിടെ മാത്രമേ ജോയിൻ ആക്കുള്ളൂ. അവർക്ക് മനസ്സിലാവും ഞാൻ പച്ചക്കള പറഞ്ഞത്. ആദ്യം തന്നെ ജയിക്കുന്നവന് ജീവിതത്തിൽ നിന്നൊന്നും പഠിക്കാണ്ടാവില്ല. ആദ്യം നമ്മൾ തോറ്റെന്ന് വിചാരിച്ചിട്ട് അത് വിട്ടുകൊടുക്കാതെ പരിശ്രമിച്ചിട്ട് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ നോക്കാം. അതിൽ വണ്ടി ഇങ്ങനെ കത്തിച്ച് വിട്ടിട്ട് ഏതാ വണ്ടി കൊണ്ട് ഇടിച്ച് കയറ്റി. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവനും സമാധാനമില്ല, എനിക്ക് സമാധാനമില്ല. കാരണം റിസൾട്ട് വന്നിട്ട് 1 ദിവസമായിട്ടുള്ളൂ, പോലീസ് കേസ് കൊടുക്കണം. ഇനി ഇവൻ ഇങ്ങനെ ഒരു വള്ളി കിട്ടും, ഇവനും ടെൻഷൻ. അത് പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് അതിലും ടെൻഷൻ. അത് അപ്പോൾ കേട്ടപ്പോൾ ഫസ്റ്റ് തോന്നി വന്ന ജദീഷ് സാറിൻ്റെ മുഖമാണ്. ജസ്റ്റ് 2 റിങ്ക്. ആ സാർ ആ സമയത്ത് ഏകദേശം 20 മിനിറ്റ് സംസാരിച്ച് അങ്ങനെ 2 പേരെ നോക്കി കംപ്ലീറ്റ് ഓക്കെ ആക്കി. എന്താ പറയുക, ഇവിടുത്തെ സാറുമാരെന്ന് പറഞ്ഞാൽ വേറെ നിങ്ങൾക്ക് എവിടെയും കിട്ടാൻ പോകില്ല. ജദീഷ് സാറാണേലും ചാവി സാറാണേലും. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ലൈബ്രറിയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വേറെയാണ്, പഠിക്കാൻ നമുക്ക് തോന്നും. ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് അങ്ങനെ ഒരു എയിം ഉണ്ടായത് ശരിക്കും. അപ്പം മാക്സിമം ബേസിക്കലി നിങ്ങൾ ചെയ്യാനുള്ള എല്ലാ വർക്കും പെൻഡിങ് ചെയ്യാതെ തീർക്കുക, പെട്ടെന്ന് അഡ്വാൻസിലേക്ക് മാറുക. അഡ്വാൻസിൽ എല്ലാ വർക്കും പ്രോപ്പറായിട്ട് ചെയ്യുക, സൂപ്പർ പവറിലേക്ക് പോവുക, അവിടുന്ന് വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ജോലിക്ക് കയറുക. കലാം പറഞ്ഞ പോലെ നാളെ ചെയ്യാനുള്ള കാര്യം ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇപ്പം ചെയ്യുക. ബുദ്ധ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് സമയമുണ്ട്, നമ്മൾ വിചാരിക്കുകയും ചെയ്യും.